ഇപ്പൊ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെയാ. ഇലക്ഷനൊക്കെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാവരും അവരവരിഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും സ്ഥാനാർത്ഥികൾ എല്ലാവരും ജയിക്കാറില്ല. ഒരാൾ ജയിക്കും, ബാക്കിയുള്ളവരെല്ലാവരും പരാജയപ്പെടും. എല്ലാവരും ജയിക്കാറില്ല, ഒരാൾ ജയിക്കും, ബാക്കിയുള്ളവരൊക്കെ പരാജയപ്പെടും. അതെന്തുമാകട്ടെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകാതിരിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. ആര് ജയിക്കുകയോ തോക്കോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. നീ വിജയിക്കുന്നവനാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഇലക്ഷൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പൊ ഇവിടെ വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ. വെള്ളിയാഴ്ച ദിവസമാണ്. പടച്ചവനെ, ജുമാ സമയത്ത് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊന്നുമില്ല. നിർബന്ധമായിട്ടും എല്ലാവരും വോട്ട് ചെയ്തിരിക്കണം. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എല്ലാവരും നിർബന്ധമായി വെള്ളിയാഴ്ചയാണെങ്കിൽ അൽഹംദുലില്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, അതിനിടയിൽ എപ്പോഴെങ്കിലും നിർബന്ധമായിട്ടും എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ, ഈ രാജ്യത്തിന്റെ അവകാശികളെ പോലെ, ഏതൊരു പൗരനെ പോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിതം കണ്ടാൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും പ്രായമുള്ളവരുടെയും ജീവിതം കണ്ടാൽ ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്, ആസ്വദിക്കുകയാണ് ജീവിതം. ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയൊന്നുമുള്ളതല്ല ആയുസ്. ഇത് ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. അല്ലാഹു ചോദിക്കുന്നു, ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു എന്നോടും നിങ്ങളോടും ചോദിക്കുകയാ, നിനക്ക് ഞാൻ ആരോഗ്യം തന്നു, ഭക്ഷണം തന്നു, കൈകാലുകൾ തന്നു, ആരോഗ്യം തന്നു, കണ്ണിന് കാഴ്ച തന്നു, സംസാരിക്കാനുള്ള കഴിവ് തന്നു, എല്ലാം നിനക്ക് ഞാൻ തന്നിട്ട് നിന്നെ ഞാൻ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു അതിനുള്ള മറുപടി പറയുകയാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാ, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാ. നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല, ഞാൻ പറയുന്നത് പോലെയാണ് നീ അനുസരിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് കാണാം. അല്ലാഹു പറയുകയാണ്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ സാകിറൻ വ ഇമ്മാ കഫൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ചവനെ, നമ്മളിതാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നു. നമുക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്കാ. എന്ത് നന്മ ചെയ്താലും ആ നന്മയുടെ പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്കാ. എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ നമ്മുടെ മാതാപിതാക്കൾക്കാ. അങ്ങനെ പടച്ചവനെ, വർഷങ്ങൾ കഴിഞ്ഞു പോയി. നമുക്ക് പ്രായപൂർത്തിയാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് പ്രായപൂർത്തിയായപ്പോ അല്ലാഹു നമ്മളോട് പറയുന്നു, മോനെ, ചിന്തിക്കാനുള്ള കഴിവായല്ലോ, നിനക്ക് കാഴ്ചയുണ്ടല്ലോ, നിനക്ക് ബോധമുണ്ടല്ലോ, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നിനക്ക് പ്രായപൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് ഞാൻ രണ്ട് വഴികൾ തുറന്നു തരികയാണ്. അല്ലാഹു പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ
ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ പോയാ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുകയാണ്. ഈ കാണുന്ന വഴിയിലൂടെ ഞാൻ പറയുന്നതനുസരിച്ചുകൊണ്ട്, ഞാൻ പറയുന്നത് വേണം നീ അനുസരിക്കാൻ, ഞാൻ പറയുന്നത് പോലെ വേണം നിനക്ക് ജീവിക്കാൻ. കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്, നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, സദഖ കൊടുക്കണം, നന്മ ചെയ്യണം. ഞാൻ പറയുന്നത് പോലെ, നിന്റെ യജമാനനായ ഞാൻ പറയുന്നത് പോലെ അടിമയായ നീ അനുസരിച്ചുകൊണ്ട് ഈ കാണുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാ, എനിക്ക് നന്ദി കാണിച്ചിട്ട് നീ സഞ്ചരിച്ചാ, ഇതിന്റെ അവസാനം സ്വർഗമാണ്, ഇതിന്റെ അവസാനം സ്വർഗമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. ഈ കാണുന്ന വഴി നരകത്തിലേക്കുള്ള വഴിയാ, ഈ കാണുന്ന വഴി നരകത്തിലേക്കുള്ള വഴിയാ. എന്തു വേണമെങ്കിലും തിന്നാ, എന്തു വേണമെങ്കിലും കുടിക്കാ, എന്തു വേണമെങ്കിലും ചെയ്യാ. ഒരാളും നിന്നെ തടയൂല, ഒരാളും നിന്നോട് ചോദിക്കില്ല. അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കാം. പക്ഷേ ഇതിന്റെ അവസാനം നരകമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് രണ്ട് വഴികളെ തുറന്നു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒന്നുകിൽ അല്ലാഹുവിന്റെ അടിമകളായി ജീവിച്ച് അല്ലാഹു പറയുന്നതനുസരിച്ച് ആ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിച്ച അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അല്ലെങ്കിൽ അഹങ്കാരികളെ പോലെ, ധിക്കാരികളെ പോലെ, തോന്നിവാസികളെ പോലെ നിനക്കിഷ്ടമുള്ളത് പോലെ നിനക്ക് നടക്കാം. എന്നാൽ അതിന്റെ അവസാനം നരകമാണ്. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹുവിന്റെ ഖുർആൻ തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലെ നല്ല വഴി തെരഞ്ഞെടുക്കാൻ തയ്യാറായാൽ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ഇല്ലെങ്കിൽ നമുക്ക് നാശമാ സഹോദരാ, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നമ്മളെ പടച്ചിരിക്കുന്നത് പടച്ച റബ്ബിനെ ആരാധിക്കാനാ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ. അതുകൊണ്ട് പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ഈ ജീവിതം ഒരു പരീക്ഷണമാണ്, ഈ ആയുസ് ഒരു പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു ഈ ജീവിതവും മരണവും നമുക്ക് നൽകിയിരിക്കുന്നത് പരീക്ഷിക്കാനാണ് സഹോദരാ. നല്ല കാര്യങ്ങൾ ചെയ്യുമോ, നന്മകൾ ചെയ്യുമോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുമോ, അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ ജീവിതം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നവരാകരുത്, നമ്മൾ വിജയിക്കുന്നവരാകണം. ആരാണ് വിജയിക്കുന്നവനെന്നറിയുമോ? ആരാണ് വിജയിക്കുന്നവനെന്നറിയുമോ? പടച്ചവനെ, എല്ലാവരും ഇലക്ഷന്റെ ചൂടിലാണ്, ആരെയോ വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. എങ്കിലും നീ പരാജയപ്പെടാതെ സൂക്ഷിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നത് പോലെ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഖേദിക്കുന്ന ഒരു സമയം വരാനുണ്ട്. അല്ലാഹുവിനെ നന്ദി കാണിച്ച് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിച്ച നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങള് പടച്ചവനെ സ്വർഗമാണ് സഹോദരാ. എന്നാ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടന്നാൽ, ധിക്കാരികളെ പോലെ നടന്നാൽ, അഹങ്കാരികളെ പോലെ നടന്നാൽ, ഒരുപാട് ജീവിതത്തിൽ ആസ്വദിച്ചും സുഖിച്ചും അടിച്ചു പൊളിച്ചും നടക്കുന്ന നമ്മള് ജീവിതത്തിൽ ഒരുപാട് കരയേണ്ടി വരും, ഒരുപാട് നാണം കെടേണ്ടി വരും, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീ വലിയ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹനെ മറന്നു നടക്കുന്നവര്,
അള്ളാനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുകയാ. എപ്പോഴാണ് വില കൊടുക്കേണ്ടി വരുന്നതെന്നറിയുമോ? എപ്പോഴാണ് നഷ്ടമുണ്ടാകുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 6 അവസരങ്ങളാണ് പറയുന്നത്. ഈ 6 അവസരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതോർത്തിട്ട് കരയേണ്ടി വരും സഹോദരാ, ഖേദിക്കേണ്ടി വരും സഹോദരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ. ഒന്നാമത്തെ സമയം എപ്പോഴെന്നറിയുമോ? ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ അഹങ്കാരികളെ പോലെ അല്ലാഹ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ച റബ്ബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തേച്ചിട്ട് നടക്കുന്ന മുസ്ലിമേ, ഒന്നാമതായി നീ ഖേദിക്കുന്ന സമയം എപ്പോഴെന്നറിയുമോ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഒരു ദിവസം പറയാതെ നിന്റെ മുമ്പിലേക്ക് അങ്ങ് കടന്നു വരികയാണ്. നിന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം തകർന്ന് തരിപ്പണമാക്കിയിട്ട് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ഒരു ദിവസം അസ്റായീൽ ഇറങ്ങി വരികയാ. ആകാശ ലോകത്ത് നിന്ന് അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 70 മുതൽ 70,000 മലക്കുകള്, 70 മുതൽ 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി ആകാശ ലോകത്ത് നിന്ന് അസ്റായീൽ ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. ഇത് സിനിമാ കഥയല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. ഈ വഅദ് പറയുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും നീ ഒന്ന് കണ്ണു തുറന്നു നോക്ക്. അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും ഇവിടെ വലയം ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയുമോ? നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടി പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി അല്ലാഹ് കരുണ കാണിക്കണേ, അല്ലാഹ് റഹ്മത്ത് കൊടുക്കണേ, അല്ലാഹ് പാപമോചനം കൊടുക്കണേ, അല്ലാഹ്. റഹ്മത്തിന്റെ മാലാകമാരി മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും വളഞ്ഞിരുന്ന് ദുആ ചെയ്യുകയാ. കാണാൻ പറ്റുന്നില്ലടോ, എന്തേ കണ്ണിന് കാഴ്ചയില്ല? നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നില്ല. എന്നാ ഈ കണ്ണ് അല്ലാഹു തുറക്കുന്ന സമയമുണ്ട് സഹോദരാ. ഈ കണ്ണ് പടച്ച റബ്ബങ്ങ് തുറന്നു തരുമടോ. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുക ലിയൗമ ഹദീദ്. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകള് അതാ ഒരു സൈന്യം ഇറങ്ങി വരുന്നത് പോലെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. കാണേണ്ട താമസം പിടഞ്ഞു വീഴുമല്ലോ, കാണേണ്ട താമസം പിടഞ്ഞു വീഴുമല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ ചാരത്ത് വന്നിട്ട് പറയുകയാ, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് പറയുകയാ, വിളിക്കടാ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിച്ചോ, ആരെ വേണമെങ്കിലും വിളിച്ചോ, രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന ഒരു രംഗമുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ മറന്ന് നടന്നവര്, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവര് ഖേദിക്കും സഹോദരാ, സങ്കടപ്പെടും സഹോദരാ, യാചിക്കും സഹോദരാ. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്
റഖീബ് അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്നിട്ട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ യാചിക്കുകയാ ഒരു സെക്കൻഡിന് വേണ്ടി ഒരു നിമിഷത്തിന് വേണ്ടി യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച അല്ലാഹു തരുന്ന മരണം എന്തെന്നറിയുമോ വാപ്പമാരെ ഉപ്പമാരെ ചെറുപ്പക്കാരാ അല്ലാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന ഒരു മരണം ഞാൻ പറഞ്ഞു തരട്ടെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മഹാനവറുകൾക്ക് തന്റെ മരണം അങ്ങ് മനസ്സിലാവുകയാണ് മരണം അടുത്തെന്ന് മനസ്സിലാകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കുളിച്ച് റെഡിയാവുകയാണ് അവിടുന്ന് കുളിച്ച് തയ്യാറായി എന്നിട്ട് പടച്ചവനെ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് കിടക്കുകയാണ് അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയതമയെ വിളിക്കുകയാണ് ഫാത്തിമാനെ അടുത്ത് വിളിച്ചിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അവിടുന്ന് പടച്ചവനെ യാത്ര പറയുകയാണ് തന്റെ ഭാര്യയോട് പറഞ്ഞു എന്റെ മരണമെടുത്തെന്ന് തന്റെ മരണമെടുത്തെന്ന് പടച്ചവനെ അവിടുന്ന് യാത്ര പറയുകയാണ് അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയായ ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ വാതിലടച്ചിട്ട് റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ തന്റെ ഭാര്യയോട് പറയുകയാണ് എന്റെ മരണമെടുത്തു മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് യാത്ര പറഞ്ഞു പൊരുത്തം ചോദിച്ചു എന്നിട്ട് പറഞ്ഞു സ്വർഗത്തിൽ വെച്ച് കാണാ എന്നിട്ട് പറഞ്ഞു വാതിലടച്ചിട്ട് പുറത്തിറങ്ങാൻ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുന്നു എന്തേ ഈ അവസാന സമയം എന്നെ റൂമിൽ നിന്ന് പുറത്താക്കുന്നതെന്തേ ഇപ്പോഴല്ലേ ഞാൻ കൂടെ നിൽക്കേണ്ടത് ഇപ്പോഴല്ലേ ഞാൻ കൂടെ നിൽക്കേണ്ടത് എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നതെന്ന് പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ ഇന്നി അറാ അവിടെന്ന് പറഞ്ഞു ഫാത്തിമ എന്റെ അതിഥികൾ വരുന്നത് ഞാൻ കാണുന്നു ഫാത്തിമ എന്നെ കാണാൻ അതിഥികൾ കടന്നു വരികയാണ് എന്നെ കാണാൻ അതിഥികൾ കടന്നു വരികയാണ് മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അനുസരിക്കുകയാണ് റൂമിന്റെ വാതിലടച്ചു എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കുകയാണ് സമാധാനമില്ല ആരാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വരുന്നത് അതിഥികൾ വരുന്നെന്ന് പറഞ്ഞല്ലോ വീടിന്റെ വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ് തന്റെ ഭർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ അസ്സലാമു അലൈക യാ അസ്റായീൽ അസ്റായിലിനോട് സലാം പറയുകയാ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അവിടുന്ന് അസ്റായിലിനോട് സലാം പറയുകയാണ് ഭാര്യ അത്ഭുതപ്പെടുകയാണ് അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറഞ്ഞു അവിടുന്ന് മർഹബ സ്വീകരിക്കുകയാണ് തന്റെ ഭർത്താവ് ചിരിക്കുകയാണ് അതാ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാ ഏതായത്താ ബോധിയതെന്നറിയുമോ തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ
വെറുതെ മരിച്ചുപോയവരല്ല, അവരാരും വെറുതെ മരിച്ചുപോയവരല്ല. അവര് മരിക്കുമ്പോഴും വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? തിൽഖദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഈ ആയത്ത് ഓതിയിട്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് വിട പറയുകയാ. സഹോദരാ, ബാപ്പാ, ഇതാണ് റബ്ബ് തരാമെന്ന് പറഞ്ഞ മരണം, അല്ല തരുമെന്ന് പറയുന്ന മരണം ഇതാണ്. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്, പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, അല്ലാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മരണം ഇതാണ് ബാപ്പാ. ഉമ്മമാരേ, എത്രയോ നല്ല മരണം കേട്ടവരാ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ സ്വന്തം കൈകൊണ്ട് വീടിനകത്തെ ഖബർ കുടിച്ചിട്ട് ആ ഖബറിനകത്തിരുന്ന് 10,000 റക്അത്ത് നിസ്കരിച്ച മഹദിയാണ്. ആർ പടച്ചവനെ, 6000 ഖത്തം തീർത്ത മഹദിയാ. ആ നഫീസത്തുൽ മിസ്രിയ മരണമെടുത്തു എന്ന് മനസ്സിലാകുമ്പോ കുളിച്ച് റെഡിയാവുകയാ, കഫം തുണി കിടക്കുകയാ, കുടിച്ചിട്ട ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് കാത്ത് കിടക്കുകയാ. പെങ്ങളെ, സിനിമാ കഥയല്ല, ഏതെങ്കിലും സീരിയലിന്റെ കഥയല്ല. നഫീസത്തുൽ മിസ്രി എന്നും പടച്ചവനെ ഈജിപ്തിൽ ചെന്നാൽ ആ മഹദിയുടെ ഖബർ കാണുമല്ലോ. ആ മഹദിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ആ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ മരണത്തിന് വേണ്ടി കാത്തു കിടക്കുമ്പോ അസ്റായിൽ പറയുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായിൽ അവിടുന്ന് കടന്നു വരികയാ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് റൂഹ് പിടിക്കുമ്പോ, മരണമെടുത്തപ്പോ ആ മഹദിയും ഖുർആൻ ഓതിയിട്ടാ മരിച്ചത്. ആ മഹദിയും ഖുർആൻ ഓതിയിട്ടാ മരിച്ചത്. ആ മഹദിയുടെ ജീവിതത്തിലെ 30 കൊല്ലത്തെ ആഗ്രഹം ഖുർആൻ ഓതി മരിക്കണമെന്നായിരുന്നു. പടച്ചവനോട് ദുആ ചെയ്തത് 2 കാര്യമാണ്. നഫീസ എന്ന് പറയുന്ന നിന്നെ പോലെ വിചാരമുള്ള ആഗ്രഹങ്ങളുള്ള സ്വപ്നങ്ങളും മോഹങ്ങളും നിന്നെ പോലെ പച്ചയിറച്ചിയുള്ളവളായിരുന്നു നഫീസ. നഫീസത്തുൽ മിസ്രിയുടെ സൗന്ദര്യം അറിയുമോ പെണ്ണ്? ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടവർക്കറിയാം എന്തൊരു സൗന്ദര്യമാണെന്ന്. ആ സുന്ദരിയായ നഫീസ 30 കൊല്ലം അല്ലാഹുവിനോട് പറഞ്ഞത്, റബ്ബേ, മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരനായി മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം, ഖുർആൻ ഓതിയിട്ട് വേണം മരിക്കാൻ. സുന്ദരിയായ നഫീസയുടെ തൊലിയങ്ങ് കറുക്കുകയാ, കണ്ണ് കുഴിയുകയാ, എല്ലും തോലുമാവുകയാ. പടച്ചവനെ, നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നഫീസ എത്തിയപ്പോ കുടുംബക്കാര് പറഞ്ഞു, നഫീസ, എന്തിനാ പട്ടിണി കിടക്കുന്നത്? എന്തിനാ ഉറക്കമൊഴിയുന്നത്? നഫീസ, എന്ത് സുന്ദരിയായിരുന്നു നഫീസ, നിന്നെ കാണാൻ എന്തൊരടകായിരുന്നു നഫീസ. തൊലി കറുത്തു നഫീസ, കണ്ണുകുടിന്ന് നഫീസ, എല്ലും തോലുമായി നഫീസ, നീ മരിച്ചു പോകും നഫീസ, ഇതുപോലെ കടന്നാ നീ മരിച്ചു പോകുമെന്ന് കുടുംബക്കാര് മുഴുവനും വന്ന് ഉപദേശിച്ചപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് നഫീസ പറഞ്ഞത് 2 ആഗ്രഹമാണ്. 1 നോമ്പുകാരിയായി മരിക്കണം, 2 ഖുർആൻ ഓതി മരിക്കണം. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ ഓതിയ ആയത്തേതെന്നറിയുമോ? ലഹും ദാറുസ്സലാം
ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിന്റെ ആയത്തോതിയിട്ടാണ് നഫീസത്തുൽ മിസ്രിയ ലോകത്തോട് വിട പറഞ്ഞത്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? വെറുതെ ചരിത്രം പറഞ്ഞതെന്നതല്ല സഹോദരാ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മരണം ഇതാണ്. എന്തിനാ നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം പറയുന്നത്? എന്തിനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം പറയുന്നത്? നിങ്ങൾ പലരും കണ്ട പല മുഖങ്ങളുണ്ടല്ലോ, മറക്കാൻ കഴിയാത്ത ഒരു മുഖം ഞാൻ പറഞ്ഞു തരട്ടെ. കിലോമീറ്ററുകളോളം പടച്ചവരെ കാത്തു നിന്നില്ലേ അവസാനമായിട്ടൊന്ന് കാണാറ്. വിത്തബയിലെ ജബ്ബാർ ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാനിനെ കണ്ടവരല്ലേ നിങ്ങള്? ആ ജനാസയും അവസാനമായിട്ടൊന്ന് കാണാറ്. പടച്ചവനെ നിങ്ങൾ പലരും കാത്തിരുന്നവരല്ലേ? എന്തൊരു മരണമായിരുന്നു സഹോദരാ. കണ്ടവർ കൊതിച്ചില്ലേ? കണ്ടവർ കൊതിച്ചില്ലേ? ഒരുപാട് നല്ല മരണമുണ്ടോ. ഞാൻ ഇന്ന് വഅദിന് വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബഷീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ഉസ്താദ് എപ്പോഴും നിങ്ങളുടെ വഅദ് കേൾക്കുന്ന ഒരു പ്രായം ചെന്ന ഉപ്പയുണ്ടായിരുന്നു. നിങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പോഴും പറയും, സിറാജ് പ്രസംഗിക്കാറുണ്ട് നല്ല മരണം കിട്ടുമെന്ന്. പടച്ചവനെ, ആ പിതാവ് എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ട സഹോദരരാ. ഈ പെരുന്നാളിന്റെ രാത്രിയിലാ സഹോദരാ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? അല്ലാഹു പറയുന്നത് പോലെ ജീവിച്ച, അല്ലാഹു പറയുന്നത് പോലെ അനുസരിച്ച് നടന്ന, അല്ലാഹുവിന്റെ അടിമകളെ പോലെ ജീവിച്ചാൽ പടച്ചവൻ നിനക്ക് തരുന്ന മരണമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഉസ്താദന്മാരെ കാണുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക്, ഉസ്താദേ ആഖിബത്ത് നന്നാകാ ദുആ ചെയ്യണേ. ഈമാനുള്ള ഒരു മരണം കിട്ടാൻ ദുആ ചെയ്യണേ എന്നാണ് അധികം പേരും പറയുന്നത്. സ്വർഗം കിട്ടണമെന്നല്ല. സദഖ തരുമ്പോഴും പറയുന്നത്, ഉസ്താദേ നല്ല മരണം കിട്ടാ ദുആ ചെയ്യണേ. സഹോദരാ, വെറുതെ കിട്ടില്ല നല്ല മരണം, വെറുതെ കിട്ടില്ല. നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുവോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ 15 കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് നല്ല മരണമാകുന്നത്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒതുവോടുകൂടി പടച്ചവനെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ പടച്ചവനെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ സാന്നിധ്യത്തില് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ സമാധാനിപ്പിച്ചിട്ട് ലോകത്തോട് വിട പറയുകയാ. നെറ്റിത്തടം വിയർക്കുകയാണ്, മൂക്കിന്റെ ദ്വാരം വികസിക്കുകയാണ്, മുഖത്ത് പ്രകാശമാണ്, ചുണ്ടില് പുഞ്ചിരിയാണ്, ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാണ്. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു നല്ല മരണം കിട്ടാ ജീവിതത്തിൽ എന്ത് നന്മയാ വാപ്പമാരെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുന്നത് നല്ലതാണ്. ചെറുപ്പക്കാരാ, ഉസ്താദേ നിങ്ങളൊക്കെ എത്ര വാഴ് പറഞ്ഞാലും ഞങ്ങൾ മാറൂല. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ വാഴ് കേൾക്കാൻ വരുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനാണ്. ഇപ്പോഴും വാട്സപ്പിലാണ്, ഇപ്പോഴും ഫേസ്ബുക്കിലാണ്, ഇപ്പോഴും മൊബൈലിലാണ്, ഇപ്പോഴും ചാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വാഴ് കേൾക്കാമെന്നത് ഉമ്മ നിർബന്ധിച്ചത് കൊണ്ടാണ്. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്നവര് അല്ലാഹനെ മറന്ന് നടക്കുന്നവരോട് പറയുകയാ, നീ ഭയക്കടേ, നീ പേടിക്കടേ. നിന്റെ മരണം എങ്ങനെയാണെന്നറിയുവോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവര് മരിക്കാൻ കിടക്കുമ്പോ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ നല്ലവരത് പറഞ്ഞിട്ട് സ്വർഗം കണ്ടിട്ട് മരണപ്പെടുമ്പോ അല്ലാഹനെ മറന്നു നടക്കുന്ന ചെറുപ്പക്കാരാ, പ്രായമായിട്ടും നന്നാകാത്ത ഉപ്പമാരെ,
പ്രായമായിട്ടും നന്നാകാത്ത ഉമ്മമാരെ, നീയും മരിക്കുമല്ലോ, നീയും മരിക്കുമല്ലോ. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മക്കളാകട്ടെ കുടുംബക്കാരാകട്ടെ അവരടുത്തു വന്ന് നിന്നിട്ട് പറയുകയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ നിന്റെ മറുപടി എന്താ? നിന്റെ മറുപടി എന്താ? നീ പറയുന്ന മറുപടി അല്ല പറയുകയാ, എടോ അല്ലാഹനെ മറന്നു നടക്കുന്നവരോട് പറയുകയാണ്, അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ പടച്ച റബ്ബിനെ മറന്നു നടക്കുന്നവന് നിന്റെ മരണമൊഴി എന്താണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. നല്ല ആൾക്കാർ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ് നല്ല രീതിയിൽ സ്വർഗം കണ്ടു മരിക്കും. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ.